അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തിയെങ്കിലും 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തിനാണ് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് എന്നതാണ് വലിയ ചോദ്യം. പുലർച്ചെ വീട്ടിലുണ്ടായ തീപിടുത്തവും വീടിന് പരിസരത്തു നിന്ന് കണ്ടെത്തിയ കുരുക്കിട്ട കയറും ലക്ഷക്കണക്കിന് രൂപ കാണാനില്ല എന്ന് ഇന്നലെ പോലീസിന് നൽകിയ പരാതിയുമെല്ലാം ദുരൂഹത ഏറ്റുന്നതാണ്. ബാലരാമപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ബാലരാമപുരം കോട്ടുകാൽ കോണം. ആ കോട്ടുകാൽ കോണത്ത് ജംഗ്ഷനിൽ തന്നെ റോഡിൽ ഒരു കടയുണ്ട്. ആ ഷോപ്പിൻ്റെ ഇടയിലൂടെയുള്ള വഴിയാണ് ദേവേന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ ഇവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇതാണ് ആ വീട്ടിലേക്ക് പോകുന്ന വഴി. ഈ വഴി കടന്നു വേണം, ഏറ്റവും പിറകിലാണ് ഈ വഴി കടന്നു വേണം ഏറ്റവും പിറകിൽ വീട്ടിലേക്ക് എത്താൻ. പുലർച്ചെ 5 മണിയോടെയാണ് ദേവേന്ദുവിനെ കാണാനില്ല എന്നുള്ള വിവരം പോലീസിനെയും നാട്ടുകാരെയും ഈ കുടുംബം അറിയിക്കുന്നത്. അത് ഇപ്രകാരമാണ്. അതായത് അവർ പറഞ്ഞത് പ്രകാരം പുലർച്ചെ 2 മണിക്ക് ഇവിടെ നിന്ന് ദേവേന്ദുവിൻ്റെ അമ്മ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി തൊട്ടടുത്ത് സമീപത്തുള്ള ബാത്റൂമിലേക്ക് പോകുന്നു. ബാത്റൂമിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ ദേവേന്ദു ഉണർന്നിരുന്ന സമയത്ത് ദേവേന്ദുവിനെ അച്ഛൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് താൻ പോയി ബാത്റൂമിൽ പോയി തിരികെ എത്തുമ്പോൾ മകളെ കാണാനില്ല. ഇതായിരുന്നു ദേവേന്ദു ഈ പോലീസിനോടും, ആദ്യം പോലീസ് എത്തിയപ്പോൾ പോലീസിനോടും അതിനുശേഷം ഇവിടെ ദേവേന്ദുവിനെ കാണാനില്ല എന്ന് തിരിച്ചറിഞ്ഞ് അന്വേഷിക്കാൻ എത്തിയ ഈ നാട്ടുകാരോടുമെല്ലാം പറഞ്ഞത്. ആ കഥയാണ് വിശ്വസിച്ചാണ് പോലീസ് അന്വേഷണം തുടക്കത്തിൽ ആരംഭിച്ചത്. അതിനുശേഷമാണ് ഈ ദുരൂഹതകൾ ഓരോന്നായി മറനീക്കി പുറത്തു വരുന്നത്. ഇവിടെ ദേവേന്ദുവിനെ കാണാനില്ല എന്നറിഞ്ഞ് എത്തിയ ഈ കുടുംബത്തിലെ ഒരു ബന്ധുവിനാണ് ആദ്യം സംശയമുണ്ടായത്. അതിന് കാരണം ദേവേന്ദുവിൻ്റെ അമ്മാവൻ കിടന്നിരുന്ന റൂമിൽ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് മണ്ണെണ്ണൊഴിച്ച് കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഒപ്പം ആ മുറിയിൽ തന്നെ കട്ടിലിൻ്റെ ഒരു ഭാഗം കത്തിയ നിലയിലും ഉണ്ടായിരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ ഹരികുമാർ തയ്യാറായില്ല. ഹരികുമാറിന് പറയാൻ കഴിഞ്ഞില്ല. ദേവേന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. തൊട്ടു പിന്നാലെയാണ് തൊട്ടടുത്ത ഒരു കെട്ടിടത്തിൽ കുരുക്കിട്ട നിലയിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറുകൾ കൊണ്ട് കുരുക്കിട്ട നിലയിൽ കണ്ടെത്തിയത്. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനും മറുപടി കൃത്യമായി പറയാൻ ഈ കുടുംബത്തിന് കഴിഞ്ഞില്ല. ഇതാണ് സംശയം ആദ്യം ജനിപ്പിക്കുന്നത്. നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിയാണ് ആദ്യം എൻ്റെ പിന്നിലുള്ള ഈ കിണറിൽ കുട്ടിയുണ്ടോ എന്ന് സംശയം ഉന്നയിക്കുന്നത്. അതിനുശേഷം തൊട്ടു പിന്നാലെ ഇത് പ്രാഥമികമായി പരിശോധന നടത്തുകയും ചില സംശയങ്ങൾ തോന്നുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും വളരെ വേഗത്തിൽ തന്നെ ഈ കിണറ്റിലുണ്ടായിരുന്ന ദേവേന്ദുവിനെ പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷേ ദേവേന്ദുവിനെ പുറത്തെടുത്തപ്പോൾ തന്നെ മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി ഈ പറഞ്ഞതുപോലെ ഈ സംരക്ഷണ ഭിത്തിയുണ്ട്. സംരക്ഷണ ഭിത്തി മറികടന്ന് അബദ്ധത്തിൽ താഴെ കിണറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയില്ല എന്ന് ആദ്യം തന്നെ പോലീസിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടി സ്വന്തം നിലയിൽ പുലർച്ചെ 2 മണിക്ക് ഇറങ്ങി ഇവിടെ വന്ന് കിണറ്റിലേക്ക് അബദ്ധത്തിൽ കാൽവഴുതി വീഴാനുള്ള സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞ പോലീസ് തുടക്കത്തിൽ തന്നെ ഇത് ഒരു കൊലപാതകമാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, ഉറച്ച നിഗമനത്തിൽ മുന്നോട്ട് പോയി. അത് തന്നെയാണ് പ്രതികളിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയതും. കള്ളങ്ങൾ ഓരോന്നായി പോലീസ് പൊളിച്ചു. കൃത്യമായി തുടക്കത്തിൽ തന്നെ കുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയെയും അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒരു ഭാഗത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുമ്പോൾ മറുഭാഗത്ത് പോലീസ് ചോദ്യം ചെയ്യൽ കൃത്യമായി മുന്നോട്ട് പോയി. ആദ്യഘട്ടത്തിൽ ഇവരുടെ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യം കണ്ടെത്തി. സ്വാഭാവികമായി തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഓരോന്നായി സത്യങ്ങൾ പുറത്തു വരികയാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ദേവേന്ദുവിൻ്റെ ചേതനയേറ്റ ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. എന്തായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഓടിക്കളിച്ച് ഭാവി ഉണ്ടാകേണ്ട കുട്ടിയെയാണ് ഇത്തരത്തിൽ കൊന്ന് കിണറ്റിൽ തള്ളിയത്. ക്യാമറാമാൻ സജീവിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.